സ്റ്റാമ്പ് ഉണ്ടാ? എത്ര രൂപയുടെയാ? 5 റവന്യൂ സ്റ്റാമ്പ് വേണം. റവന്യൂ സ്റ്റാമ്പ് ഒന്നും ഇവിടെ കിട്ടൂല. പിന്നെ എവിടെ കിട്ടും? അത് വല്ല ആധാരം എഴുതുന്ന സ്ഥലത്ത് പോയി ചോദിക്കണം, എനിക്ക് അറിഞ്ഞൂടാ. ആധാരം അതെവിടെയാണ്? എന്റെ പൊന്നു ചേട്ടാ, അത് എവിടെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ റവന്യൂ സ്റ്റാമ്പ് കിട്ടൂല, ഇവിടെ തപാൽ സ്റ്റാമ്പ് മാത്രമേ കിട്ടുള്ളൂ. കാർഡ് ഉണ്ടോ? പോസ്റ്റ് കാർഡ് എത്രണ്ണം വേണം? അതെങ്കിലും ഇവിടെ ഉണ്ടല്ലോ, മഹാഭാഗ്യം. നിങ്ങൾ വർത്താനം പറയാതെ എത്രണ്ണം വേണം? എനിക്കൊരു 3 എണ്ണം. പൈസ ഇതെന്താ? ഇതൊന്നും പറ്റില്ല. അയ്യോ, ഇത് പുതിയ നോട്ടാണ്, നല്ല നോട്ടാണ്. എനിക്ക് കണ്ണറിയാം. ഇവിടെ ചില്ലറ വേണം. ചില്ലറ ഇല്ലേ? ചില്ലറ ഇല്ലെങ്കിൽ പിന്നെ മേടിച്ചാ മതി. പിന്നെ തന്നാ മതിയാ? എന്റെ പൊന്ന് ചേട്ടാ, ഇവിടെ അല്ലെങ്കിൽ തന്നെ കൊറേ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ പിന്നെയും പ്രശ്നത്തിന് വരരുത്. ചില്ലറ മേടിച്ചിട്ട് വാ. ചില്ലറ ഇല്ല, സ്റ്റാമ്പും ഇല്ല. പിന്നെ എന്തിനാ ഇതും വെച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നത്? പോയി വീട്ടിൽ പോയിരിക്കാൻ പാടില്ല. മനുഷ്യന് വെനക്കെത്താതെ. അവിടെ ചാനലുകാർ വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. എന്നാ ഞാൻ കുറച്ച് മേക്കപ്പ് കൂടി ഇട്ടിട്ട് വരാം. അയ്യോ, ഈ മേക്കപ്പ് ഒക്കെ മതി, ധാരാളം കേട്ടാ. ഇനി അവര് വല്ല ചോദ്യങ്ങളും ചോദിക്കുമ്പോ നീ വെറുതെ വായിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആകെ വഷളാക്കരുത്. എനിക്ക് രാഷ്ട്രീയത്തിലൊരു ഇമേജ് ഉണ്ട്, അത് കളഞ്ഞു വിളിക്കരുത്. ഇത് വനിതാ വാർഡായി പോയത് കൊണ്ടാണ് നിന്നെ കൊണ്ട് നിർത്തിയത്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നേനെ. ഏട്ടാ, ആര് ചോദിച്ചാലും ഞാൻ നല്ല മറുപടി കൊടുക്കും. ഏട്ടാ, ഒരു ചോദ്യം എന്നോട് ചോദിക്കാം. മണ്ടോദരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്തായിരിക്കും? നാട് മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. ഒലക്കട മൂട്. നീ ബ്യൂട്ടീഷ്യൻ ആണെന്ന് വിചാരിച്ച് നാട്ടിലെ ആളുകൾ മുഴുവൻ ചുണ്ടത്ത് ചായ തേച്ച് നടക്കണോ? വേണോ? അതുകൊണ്ട് അവര് വല്ല ചോദ്യങ്ങളും ചോദിക്കുമ്പോ ആണ്, ഇല്ല, നോക്കട്ടെ, ശ്രമിക്കാം, ഞാനിതൊക്കെ ഒന്ന് പഠിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറയാവൂ. അങ്ങനെയൊക്കെ പറയോ അതോ എന്റെ മാനം കളയോ? മൊയ്തു നിങ്ങളോട് ചേർന്ന് ഒത്തുചേരുകയാണെങ്കിൽ നിങ്ങൾ ഭരണത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ ഭരണ നേട്ടങ്ങളുടെ തുടക്കമെന്ന നിലയിൽ എന്താണ് നിങ്ങൾ ആദ്യമായി ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായി നിങ്ങൾ മനസ്സിൽ കരുതുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്? സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. അതായത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വരെ ഇരുന്ന് ചർച്ച ചെയ്തൊരു കാര്യം, അവളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന എല്ലാ പഞ്ചായത്ത് റോഡുകളും ആദ്യം ടാർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ താറുമാറായി കിടക്കുന്ന കുളങ്ങള് അത് വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുക. ഭരണത്തിൽ വരുന്ന എല്ലാവരും ആദ്യം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, പഞ്ചായത്ത് റോഡുകൾ ടാർ ഇടുക, പിന്നെ കുളങ്ങൾ സംരക്ഷിക്കുക. ഒടുവിൽ സംഭവിക്കുന്നത് പഞ്ചായത്ത് റോഡുകൾ കുളങ്ങളായി മാറുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളിൽ നിന്നും അത് തന്നെയാണോ ഞങ്ങളും പ്രതീക്ഷിക്കേണ്ടത്? പറയൂ. അതല്ല അവൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.